മധുകർ ഭയങ്കര ബുദ്ധിയുള്ളവനും കഠിനാധ്വാനിയുമായിരുന്നു. പക്ഷെ വിധി കാരണം അവൻ പാവപ്പെട്ടവനായി. അവൻ ഗ്രാമത്തിൽ മട്ടൻ വിറ്റാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. വരൂ വരൂ, മട്ടൻ കഴിക്കൂ. നാട്ടിലെ നല്ല ശുദ്ധമായ മട്ടൻ കഴിക്കൂ. ഒരു പ്രാവശ്യം വന്ന് കഴിച്ചാൽ വീണ്ടും നിങ്ങൾ വരും. മധുകറിന്റെ മട്ടൻ വേറെ എവിടെയും കിട്ടത്തില്ല. അപ്പോഴേക്കും അവന്റെ അടുത്തേക്ക് ആളുകൾ കൂടും. അവന്റെ മട്ടന്റെ മണം കാരണം അവര് പറയും, അല്ല മധുകർ ചേട്ടാ, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ടല്ലോ. മട്ടൻ കൊള്ളാൻ തോന്നുന്നു. നല്ല ശുദ്ധമായ മസാല എൻ്റെ കൈകൊണ്ട് പൊടിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നിനക്ക് മണം വരാതിരിക്കുവാടാ. എങ്കിൽ പറയേ, ചപ്പാത്തിയുടെ കൂടെ വേണോ ചോറിൻ്റെ കൂടെ വേണോ? എന്നാ ഒരു കാര്യം ചെയ്യുന്നേ, ഒരു 4 ചപ്പാത്തിയുടെ കൂടെ മട്ടൻ പൊതിഞ്ഞങ്ങ് എടുത്തോ. വീട്ടിൽ പോയിട്ട് സമാധാനത്തോടെ കഴിക്കാമല്ലോ. എൻ്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയേക്കുവാ. മധുകർ വന്ന ആൾക്ക് മട്ടൻ പാഴ്സൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ 7 പ്ലേറ്റ് മട്ടൻ വിൽക്കും. പിന്നീട് വീട്ടിലെത്തും. അപ്പോഴേക്കും അവന്റെ ഭാര്യ പ്രേരണ അവനോട് പറയും, ആ ചേട്ടൻ ഇന്ന് നേരത്തെ വന്നല്ലോ, മട്ടനൊക്കെ പെട്ടെന്ന് വിറ്റോ? നമ്മുടെ മകൻ ഇന്ന് പട്ടണത്തിൽ നിന്ന് വരികയല്ലേ, പഠിപ്പൊക്കെ കഴിഞ്ഞ് വരികയല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നേരത്തെ പോന്നതാ. അവര് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മകൻ വിമൽ അകത്തേക്ക് വരും. അവരെ കണ്ടവൻ പറയും, അതെ അച്ഛാ, അമ്മേ, നഗരത്തിൽ എനിക്ക് എല്ലാം കിട്ടും, പക്ഷെ നിങ്ങളുടെ സ്നേഹം മാത്രം കിട്ടില്ല. ഇനി ഞാൻ നിങ്ങളെ നഗരത്തിലോട്ട് കൊണ്ടുപോകാൻ പോവുക. നമുക്കവിടെ ഒരുമിച്ച് ജീവിക്കാം. അവിടെ എനിക്ക് വലിയൊരു റെസ്റ്റോറൻറ്റിലെ മാനേജറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടതോടെ മധുകറിന് ഇച്ചിരി വിഷമമായി. അവൻ ഈ ഗ്രാമം വിട്ട് എവിടെയും പോകാൻ താല്പര്യമില്ലായിരുന്നു. ഭാര്യ പ്രേരണയ്ക്കും ഭർത്താവിന്റെ മുഖഭാവം കണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അച്ഛനും മോനും സംസാരിക്കുന്നിടയിൽ പ്രേരണ കാര്യം മാറ്റി. ഇതൊക്കെ സംസാരിക്കാൻ ഇപ്പൊ സമയമുണ്ടല്ലോ, നീ ഇപ്പൊ വന്നു കയറിയതല്ലേ ഉള്ളൂ. കുറച്ചു ദിവസം ഇവിടെ നിക്ക്, മുഖമൊക്കെ കഴുകിട്ട് വാ. ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. ഞാൻ കൈയും കാലും കഴിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ അച്ഛാ? അങ്ങനെ വിമൽ കൈയും കാലും ഒക്കെ കഴുകി വന്ന് കുടുംബത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ വിമൽ നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി. അപ്പോഴേക്കും വിമൽ പറഞ്ഞു, അച്ഛാ, ഞാനത് പറഞ്ഞത് നമുക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യാം. നിങ്ങൾ ഇനി എൻ്റെ കൂടെ നഗരത്തിൽ വന്ന് താമസിച്ചാൽ മതി. പിന്നെ ഈ വീടിൻ്റെ ആവശ്യമില്ലല്ലോ. മോനെ വിമൽ, ഞാനും നിന്നോടൊരു കാര്യം പറയാനിരിക്കുക. ഈ നാട്ടിൽ എൻ്റെ ജീവനാണുള്ളത്. ഈ ഗ്രാമം വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ലടാ. എൻ്റെ മട്ടൻ്റെ ബിസിനസ് എല്ലാം ഇവിടെ തന്നെയല്ലേ. അച്ഛൻ ചെറുപ്പം തൊട്ട് ഈ കച്ചവടം തന്നെയല്ലേ ചെയ്യുന്നത്. നാട്ടിൽ അച്ഛൻ ഒരുപാട് മട്ടൻ വിറ്റതല്ലേ. ഇനി അച്ഛൻ വിശ്രമിക്ക്, ഞാനെല്ലാം നോക്കിക്കോളാം. നിനക്ക് ഈ ഗ്രാമം വിട്ട് നഗരത്തിൽ പോയി താമസിക്കണമെങ്കിൽ നീ താമസിച്ചോ, പക്ഷേ എനിക്ക് അച്ഛനെ വിട്ട് ഇവിടം വിട്ട് വരാൻ പറ്റത്തില്ല. വിമലിനെ കാര്യങ്ങളൊക്കെ കേട്ട് നല്ല വിഷമമായി. പക്ഷെ അവന്റെ അച്ഛനോടും അമ്മയോടും അവൻ എതിർത്തൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം അവന്റെ അച്ഛൻ മധുകർ മട്ടൻ വിൽക്കാനായി പോയപ്പോ അപ്പോ വിമൽ അമ്മയോട് പറയും, അമ്മ, എന്താണ് അച്ഛൻ്റെ തട്ടുകടയിൽ ഇത്രയും പ്രത്യേകത? അച്ഛനെന്താ ഈ നാട് വിട്ടു വരാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്തേ? ഇതൊക്കെ നിനക്ക് മനസ്സിലാവണമെങ്കിലേ നീ ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ശരി, ഞാനൊന്ന് പുറത്ത് കറങ്ങാൻ പോവാണ്. അച്ഛൻ്റെ കടയിൽ വരെ പോയിട്ടേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ കേട്ടോ. വിമൽ അങ്ങനെ നടക്കാനായി പുറത്തിറങ്ങി. നാട്ടിലെ ശുദ്ധവായു എവിടെ കിട്ടാനാ? നഗരത്തിലാണെങ്കിൽ മൊത്തം പൊല്യൂഷനാണ്. ഇതും പറഞ്ഞ് വിമൽ അച്ഛന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അച്ഛന്റെ തട്ടുകടയുടെ മുമ്പിൽ ഒരുപാട് കസ്റ്റമേഴ്സ് നിൽക്കുന്നത് കാണും. ഇത് കണ്ട് വിമൽ ആദ്യം ഒന്ന് ശരിക്കും ഞെട്ടിപ്പോയി. അച്ഛന്റെ പൈസ ഇടപാടൊക്കെ കണ്ട് വിമലിന് ഒരുപാട് സന്തോഷമായി. പറഞ്ഞു, അച്ഛൻ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല അച്ഛൻ്റെ ജോലി ഇത്ര അടിപൊളിയാണെന്ന്. ഇവിടെ നല്ല തിരക്കാണല്ലോ. നഗരത്തിലെ കടകളിൽ പോലും ഇത്രയും തിരക്കില്ല. അങ്ങനെ വിമൽ കാശൊക്കെ എണ്ണുകയായിരുന്നു. മധുകറിന്റെ കൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തു. ആ ദിവസം എങ്ങനെ പോയെന്ന് അവനു തന്നെ മനസ്സിലായില്ല. വിമൽ മോനെ, ഇപ്പം മനസ്സിലായോ? എനിക്കിവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് തോന്നുന്നത്. ഇവിടുത്തെ ആൾക്കാരോട് എനിക്കൊരു പ്രത്യേക മമതയുണ്ട്. ഞാനിവിടെ വിൽക്കുന്നതേ ഒരു വെറും മട്ടൻ മാത്രമല്ല, അതിനുള്ളിൽ എൻ്റെ സ്നേഹം കൂടി ഉണ്ടോ. ഇതൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാ വരിക? അച്ഛാ, മനസ്സിലായി. കുഴപ്പമില്ല, നമുക്കിതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. അടുത്ത ദിവസം വിമൽ നേരത്തെ എണീറ്റു. അപ്പൊ അച്ഛൻ അടുപ്പത്ത് മട്ടൻ വേവിക്കാനായി വച്ചേക്കുകയായിരുന്നു. അച്ഛൻ ഇത് ചെയ്യുന്നത് കണ്ടു വിമൽ പറഞ്ഞു, അച്ഛൻ, നമ്മളിവിടെ നല്ല നാടൻ രീതിക്കാണോ മട്ടൻ വെക്കുന്നേ? ഇത് കണ്ടിട്ട് വലിയ ഷെഫ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. സത്യം പറയാലോ, അച്ഛൻ്റെ കയ്യിൽ എന്തോ മാജിക് ഉണ്ടല്ലേ. ഞാൻ നഗരത്തിൽ നിന്ന് വന്നു കഴിഞ്ഞ് അച്ഛൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ നാടൻ മട്ടൻ കഴിച്ചിട്ടില്ല. മോനെ, ഇതൊക്കെ എൻ്റെ അമ്മ തന്ന കൈപുണ്യമാണ്, അല്ലാതെ മാജിക്കൊന്നും അല്ലടാ. അമ്മയും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞാനാണല്ലോ ഇതെല്ലാം നോക്കി നടത്തുന്നത്.
പിന്നെ ഞാനിതെൻ്റെ ജോലി അങ്ങോട്ടാക്കി. എന്നാൽ പിന്നെ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അച്ഛാ, എന്നിട്ട് ഞാൻ പറയാം സ്വാദിൻ്റെ കാര്യം. ഞാനൊന്ന് നോക്കട്ടെ എന്തിനാണ് ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഈ മട്ടൻ്റെ പുറകെ വരുന്നതെന്ന്. അങ്ങനെ കുടുംബം മുഴുവനും ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെ നാട്ടിലെ മട്ടൻ കഴിക്കാൻ തുടങ്ങി. വിമൽ ആദ്യമായിട്ടാണ് നാട്ടിലെ മട്ടൻ കഴിക്കുന്നത്. അവൻ കഴിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, അച്ഛാ, ഈ മട്ടൻ എന്ത് രുചിയാ! ഇത് നഗരത്തിലൊന്നും കിട്ടത്തില്ല. അച്ഛനൊരു കാര്യം ചെയ്, നഗരത്തിൽ പോയി മട്ടൻ വെക്കുന്ന ഒരു കടയിട്, അടിപൊളി കച്ചവടം കിട്ടും അച്ഛാ. നഗരത്തിലൊന്നും ഇത്രയും ടേസ്റ്റോടെ അവർ കഴിക്കില്ല മോനെ. ഗ്രാമത്തിലെ ആൾക്കാർക്കാണ് ഇതൊക്കെ ഇഷ്ടം. പിന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് നീ ഉണ്ടല്ലോ, എനിക്ക് ഇവരുടെയൊക്കെ സന്തോഷം കണ്ടാൽ മതിടാ. അച്ഛാ, അച്ഛൻ പറഞ്ഞത് ശരിയാ. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. വിമലിന് തിരിച്ച് നഗരത്തിലേക്ക് പോകാൻ സമയമായപ്പോൾ വിമൽ തിരിച്ചുപോയി. അമ്മയ്ക്ക് മകനെക്കുറിച്ച് ആലോചിച്ച് വിഷമമായിരുന്നു. പ്രേരണ രാവിലെ തൊട്ട് വീടിന്റെ അകത്ത് വെറുതെ ഇരിക്കും. മധുകരാണെങ്കിൽ ജോലിക്കും പോകുമായിരുന്നു. വൈകുന്നേരമായപ്പോൾ മധുകർ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഞെട്ടിപ്പോയി. സ്വന്തം മകൻ വിമൽ അവിടെ ഇരിക്കുന്നു. അച്ഛാ, ഗ്രാമത്തിലെ ശുദ്ധ മട്ടൻ ഇരിപ്പുണ്ടോ കഴിക്കാനായിട്ട്? എനിക്ക് മട്ടൻ കഴിക്കാൻ വല്ലാണ്ട് കൊതിയാവുന്നു. അമ്മ പറഞ്ഞു അച്ഛൻ വരുമ്പോൾ മട്ടൻ കൊണ്ടുവരുമെന്ന്. ഞാനതാ കാത്തിരിക്കുന്നേ. മധുകരാണെങ്കിൽ സ്വന്തം മകൻ നഗരത്തിൽ നിന്നും തിരിച്ചു വന്നത് കണ്ട് ഞെട്ടിയിരിക്കുക. അപ്പോഴേക്കും വിമൽ ഉള്ള കാര്യം അങ്ങ് അവരോട് തുറന്നു പറയും. അല്ല, ഞാൻ കരുതിയത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇത്രയും കഴിവിരിക്കുമ്പോൾ പിന്നെ ഈ അച്ഛൻ്റെ മട്ടന് നാട്ടിലും ഡിമാൻഡല്ലേ. പിന്നെ ഞാൻ എന്തിനാ ഈ നഗരത്തിൽ പോയി മാനേജർ ജോലി ചെയ്യുന്നേ? അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട്. ഞാനത് എടുക്കാൻ പോയതാ. നമ്മളതുകൊണ്ട് ഇവിടെ നാട്ടിലൊരു കടയിടാൻ പോവാ. അതാകുമ്പോൾ അച്ഛന് വെയിലും മഴയൊന്നും കൊള്ളാതെ നല്ല രീതിയിൽ മട്ടൻ വയ്ക്കാൻ പറ്റുമല്ലോ. നമുക്കിവിടെ അച്ഛനും മകനും കൂടി ചേർന്നിട്ട് നാട്ടിൽ നല്ല മട്ടൻ വയ്ക്കാം. ഈ കാര്യം കേട്ട് മധുകറിന് ഒരുപാട് സന്തോഷമായി. വിമലിന്റെ കയ്യിലിരുന്ന സേവിങ്സും വെച്ച് അച്ഛനു വേണ്ടി ഒരു ചെറിയ കട ഇട്ടുകൊടുക്കും. അവിടെ സ്വാദിഷ്ടമായ നാട്ടിലെ മട്ടൻ കിട്ടും. ബീഹാറിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ രേഖയും ഭർത്താവ് ചന്ദൻ, രാജ 8 വയസ്സുള്ള അവരുടെ മകനും അമ്മ ശാന്തിദേവിയുമായി കഴിയുകയായിരുന്നു. അവരുടെ ഭർത്താവിന് വേറൊരു ജോലിയും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ആളുകളുടെ പൈസ വാങ്ങി ജീവിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചന്ദൻ. ഇങ്ങനെ എത്ര ദിവസം ആളുകളുടെ നിന്ന് പൈസ വാങ്ങി ജീവിക്കും? വേറെ എന്ത് ചെയ്യും? വേറെ ജോലിയൊന്നും കിട്ടുന്നുമില്ല, പാടത്തൊന്നും കൊയ്ത്തുമില്ല, എല്ലാം പോയി ജോലിയുമില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പൊക്കോളാം. നീ എന്ത് ജോലി ചെയ്യും? നിങ്ങൾക്കറിയാലോ എന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ലിട്ടി ചിക്കൻ എന്തുമാത്രം സ്വാദുള്ളതാണെന്ന്. അപ്പൊ ഞാൻ അത് തന്നെ ചെയ്താ പോരെ? നിനക്കെന്താ പ്രാന്താണോ? നീ 12 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. ഗ്രാമത്തിലുള്ളവർ എന്തൊക്കെ പറയും? ഇത്രയും പഠിച്ചതിന് ശേഷം ഇതുപോലത്തെ ജോലിക്കാണ് പോകുന്നത്. എനിക്ക് എന്റെ കുടുംബം നോക്കണം. എനിക്ക് ആളുകൾ പറയുന്നതൊന്നും കാര്യമല്ല. പിന്നെ ജോലിയിലെ വലുത് ചെറുതെന്നൊന്നുമില്ല. മോളെ, നീ പറയുന്നതാ ശരി. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യ്. വളരെ നന്ദിയുണ്ടമ്മേ. ഞാൻ ഇന്നു മുതൽ ലിട്ടി ചിക്കൻ ഉണ്ടാക്കാം. പിന്നെ സ്റ്റേഷന്റെ അടുത്തൊരു ചെറിയ കടയും ഇടാം. വട്ടാണ് നിനക്ക്. എല്ലാരും ചിരിക്കാൻ തുടങ്ങും. രേഖ ലിട്ടി വിൽക്കുകയാണെന്ന്. ചിരിക്കുന്നവർ ചിരിക്കട്ടെ. എന്റെ മകൻ വിശന്ന് കിടക്കുന്നതിലും നല്ലതല്ലേ? എനിക്കതിലൊരു കുഴപ്പമില്ല. അങ്ങനെ കട തുടങ്ങാൻ വേണ്ടി അങ്കിതയുടെ കയ്യിൽ നിന്ന് രേഖ പൈസ കടം വാങ്ങിക്കും. അങ്ങനെ ലേഖ ഒരു ഉന്തുവണ്ടി എടുത്ത് ലിട്ടി ചിക്കൻ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഉന്തുവണ്ടിയിൽ അവൾ വളരെ വലുതായിട്ട് ലിട്ടി ചിക്കൻ വാലി എന്ന് എഴുതിയിരുന്നു. അവിടെയുള്ള ഗ്രാമവാസികൾ അവളെ കളിയാക്കാനും തുടങ്ങി. ഏയ് രേഖ, നീ ഇപ്പോ ലിട്ടി ചിക്കൻ വിൽക്കാൻ തുടങ്ങിയോ? ഇന്നലെ വരെ ടീച്ചറാകണമെന്നായിരുന്നു, ഇന്ന് നീ ചിക്കൻ വിൽക്കാൻ തുടങ്ങിയോ? എത്ര വേണമെങ്കിലും കളിയാക്കിക്കോ, പക്ഷെ ഓർത്തോ, ഈ ലിട്ടി ചിക്കൻ തന്നെ എന്നെ ഫേമസ് ആക്കും. അങ്ങനെ രേഖ ലിട്ടി ചിക്കനുമായി സ്റ്റേഷന്റെ അടുത്ത് വന്നു. പക്ഷെ ആദ്യത്തെ ദിവസം ഒട്ടും വിൽപ്പന ഉണ്ടായില്ല. അങ്ങനെ ചന്ദൻ അവളെ നന്നായി വഴക്ക് പറയാൻ തുടങ്ങി. എന്തുപറ്റി? വെറും കൈയോടെയാണോ വന്നിരിക്കുന്നേ? നീ മിണ്ടാതിരിക്കെ. നീയോ ഒന്നും ചെയ്യില്ല. അവള് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോ അതിന് കുറ്റവും പറയും. അവളുടെ അമ്മ നന്നായി പ്രോത്സാഹനം നൽകി. അടുത്ത ദിവസം അവൾ ധൈര്യം സംഭരിച്ച് വീണ്ടും വന്നു. പക്ഷെ അടുത്ത ദിവസം മുതൽ അവളുടെ കടയിൽ ആളുകൾ വരാൻ തുടങ്ങി. അന്നത്തെ ദിവസം കുറച്ച് വരുമാനം കിട്ടി. അങ്ങനെ പതുക്കെ പതുക്കെ അവളുടെ കടയിൽ തിരക്ക് വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം അവൾ വളരെ ഫേമസ് ആയി. അങ്ങനെ അവളുടെ കൊച്ചടുക്കളയിൽ അവൾ ചിക്കൻ ഉണ്ടാക്കുകയായിരുന്നു. കൂട്ടത്തിൽ ചപ്പാത്തിക്ക് വേണ്ടി മാവും കുഴയ്ക്കുകയായിരുന്നു. അങ്ങനെ ചിക്കന്റെ മണം പറക്കാൻ തുടങ്ങി അടുക്കളയിൽ നിന്ന്. അങ്ങനെ ബാക്കിയുള്ള തീയിൽ അവൾ ലിട്ടി ഉണ്ടാക്കാനും തുടങ്ങി. അപ്പൊ അവന്റെ മകൻ വന്നു പറഞ്ഞു, അമ്മേ, ഇന്ന് ഒത്തിരി ഓർഡർ ഉണ്ടോ? അതേ മോനെ, സ്റ്റേഷനിൽ വന്ന് എല്ലാവരും പറഞ്ഞു ലിട്ടി ചിക്കൻ വളരെ നല്ലതാണെന്ന്. അതുകൊണ്ട് ഒത്തിരി കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ഭർത്താവ് ചന്ദൻ വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, എല്ലാ ദിവസവും ഈ ലിട്ടി ചിക്കൻ തന്നെ. ഇനി എത്ര നാൾ ഇങ്ങനെ തന്നെ ചെയ്യുമെന്തോ? ഇത് കേട്ടിട്ട് അവൾക്ക് വളരെ ദേഷ്യം വന്നു. തമാശയല്ല ചന്ദൻ, ഇത് നമ്മുടെ അന്നമല്ലേ, ചെയ്യുന്ന ജോലി ചെറുതുമല്ല. അങ്ങനെ അതും പറഞ്ഞ് രേഖ തന്റെ മകനുമായി വണ്ടി ഒന്തിക്കൊണ്ട് വീണ്ടും സ്റ്റേഷനിലേക്ക് ചെന്നു. അങ്ങനെ തന്റെ മകനുമായി അവൾ ഒരു കുടയുടെ തണലിൽ നിന്ന് വീണ്ടും ലിട്ടി ചിക്കൻ വിൽക്കാൻ തുടങ്ങി.
വന്നാലും വന്നാലും ലിറ്റി ചിക്കൻ തിന്നാലും വന്നാലും വന്നാലും. അങ്ങനെ കുറച്ചുപേർ അവരുടെ അടുത്തേക്ക് വന്നു. രേഖ ചേച്ചി, നിങ്ങളുടെ ലിറ്റി ചിക്കനിൽ വേറെന്തോ മാജിക് ഉണ്ട്. ഇത് കഴിച്ചാൽ അങ്ങനെ വിരലെല്ലാം നക്കണം പോലെ തോന്നും. അങ്ങനെയല്ല മാമ, എന്റെ അമ്മ ഉണ്ടാക്കുന്ന ലിറ്റി ചിക്കൻ ഉണ്ടല്ലോ വളരെ സ്വാദുള്ളത്. എന്തുകൊണ്ടാ? നല്ല സ്നേഹത്തോടെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ കുറച്ച് യാത്രികരും കൂടെ അവരുടെ അടുത്തേക്ക് വന്നു. ചേച്ചി, ലിറ്റി ചിക്കൻ കിട്ടുമോ? പിന്നെന്താ ചേട്ടാ, നല്ല ചൂടുള്ളതല്ലേ. ദേ ഈ നോക്കി, ഈ ലിറ്റിയിലുണ്ടല്ലോ നന്നായിട്ട് കടുകൊക്കെ പൊട്ടിച്ച് നെയ്യിൽ വറുത്തെടുത്തതാണ്. അതുപോലത്തെ ഒന്നും എവിടെയും കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു പ്ലേറ്റ് തരൂ. ഇതാ ചേട്ടാ കഴിക്കേ. അങ്ങനെ ആദ്യത്തെ ഉരുള തന്നെ വായിൽ വെച്ചപ്പോ പുള്ളിക്ക് സന്തോഷമായി. വാവ്, ഇത് എത്ര സ്വാദിഷ്ടമായിരിക്കുന്നു. ഞാൻ ദില്ലിയിൽ നിന്നാണ് വരുന്നത്. എന്റെ കൂട്ടുകാരനാണ് പറഞ്ഞത്. സ്റ്റേഷന്റെ പുറത്ത് തന്നെ ഒരു ലിറ്റി ചിക്കന്റെ കടയുണ്ട്. നല്ല സ്വാദിഷ്ടമായ ചിക്കനാണെന്നാണ് പറഞ്ഞത്. എന്തായാലും കഴിച്ചിട്ട് വരണം. സർ, ഇതെല്ലാം നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ പതുക്കെ പതുക്കെ രേഖയുടെ ലിറ്റി ചിക്കന് ഫേമസ് ആകാൻ തുടങ്ങി. അങ്ങനെ ദൂരെ ദൂരെ ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ചിലർ സോഷ്യൽ മീഡിയയിലും വീഡിയോകൾ ഇടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബീഹാറിൽ നിന്ന് വന്ന ഈ ചേച്ചിയുടെ ലിറ്റി ചിക്കൻ. ഇവരുടെ ലിറ്റി ചിക്കനെ പറ്റിയാണ് ഇപ്പോൾ ചർച്ച മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിറ്റി ചിക്കൻ രേഖ, ഇതെങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്? ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമെന്നേ ഉള്ളൂ. ബാക്കിയുള്ള നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. നിങ്ങളുടെ സ്റ്റോറി ആയിരക്കണക്കിന് പെണ്ണുങ്ങൾക്ക് ഒരു പ്രചോദനമാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ജോലിയും ചെറുതല്ല. എന്ത് ജോലി ചെയ്താലും ധൈര്യത്തോടെ ചെയ്യുക, അപ്പൊ എല്ലാം ശരിയാകും. നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്. മനോധൈര്യമുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്. മനോധൈര്യമുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ സാധിക്കും. ഇത് എന്തുമാത്രം തെറ്റാണെന്ന് നമ്മളൊക്കെ രേഖയെ ഒത്തിരി തെറ്റിദ്ധരിച്ചു മക്കളെ. പക്ഷെ അവളങ്ങനെ ചെയ്തതുകൊണ്ട് ഈ ഗ്രാമം മുഴുവനും ടിവിയിൽ വരാൻ കാരണമായില്ലേ. അവളാണ് ശരിക്കുമുള്ള പെണ്ണ്. ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂട്ടുകാരി വളരെ നല്ലതാണെന്ന്. ടിവിയിൽ ചന്ദൻ അവന്റെ ഭാര്യയെ കണ്ട് ഒത്തിരി സന്തോഷമായി. എന്നോട് ക്ഷമിക്കൂ രേഖ, ഞാൻ നിന്നെ ബഹുമാനിച്ചതേ ഇല്ല. ഈ വീട് നോക്കുന്നതിന് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടു. വീട്ടിൽ ആർക്കും ഒന്നും കഴിക്കാൻ കൂടി ഇല്ലാതിരുന്ന സമയത്ത്, ആ സമയത്ത് നീയാണ് വീടും കുട്ടികളെയും എല്ലാവരെയും നോക്കിയിരുന്നത്. പക്ഷെ ഞാൻ നിന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരുന്നത്. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, എല്ലാം നല്ലതിനല്ലേ. ഇപ്പൊ ജോലി നമ്മൾ ഒരുമിച്ച് ചെയ്യണം. കാരണം ജോലി തിരക്കും കൂടി തുടങ്ങിയില്ലേ. ഇനിയിപ്പോ ചേട്ടൻ ലിറ്റി ഉണ്ടാക്കണം, ഞാനാണെങ്കിൽ ചിക്കൻ കറിയും ഉണ്ടാക്കാം. നമുക്ക് എന്നിട്ട് ഒരുമിച്ച് പോയിട്ട് വിൽക്കുകയും ചെയ്യാം. നിനക്ക് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തുതരും. അപ്പൊ നമ്മൾ 3 പേരായല്ലേ, അച്ഛനും അമ്മയും പിന്നെ ഞാനും. അങ്ങനെ 2 പേരും ചേർന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പട്ടണത്തിൽ നിന്ന് അവളെ വിളിച്ച് മഹിളാ പുരസ്കാരം നൽകാനായിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചു. അന്നേരം എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. കേവലം അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു പെണ്ണായിരുന്നു. പക്ഷെ ഇപ്പോൾ ലോകം മുഴുവൻ ലിറ്റി ചിക്കൻ വെക്കുന്ന ഒരു പെണ്ണെന്ന് അറിയപ്പെടുന്നു. സാഹചര്യം ഏതുമാകട്ടെ, നമ്മുടെ ലക്ഷ്യം വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അങ്ങനെ രേഖ തന്റെ സ്റ്റേഷനിലെ കടയിൽ നിന്നും ഒരു പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യും. അതിന്റെ പേരാണ് ലിറ്റി ചിക്കൻ വാലി. അത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വളരെ ഫേമസ് ആകും. രേഖ, ഇപ്പൊ നിന്റെ ഫോട്ടോയും പേപ്പറിലൊക്കെ വരാൻ തുടങ്ങിയല്ലോ. ആന്റി, എത്ര ഫേമസ് ആയാലും ഇത് നമ്മുടെ പഴയ ലിറ്റി ചിക്കൻ മണ്ണിന്റെ സ്വാദുള്ളത് തന്നെയാണ്. അമ്മേ, ഈ ഒരു ലിറ്റി ചിക്കൻ ഉണ്ടല്ലോ, ഞാൻ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്റി ചിക്കൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ബ്രാഞ്ചൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് കേട്ടിട്ട് എല്ലാവരും ചിരിക്കും. അതേസമയം ലേഖ മുകളിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു. ജീവിതം എത്ര കഠിനമായാലും ഒരു സ്ത്രീ വിചാരിച്ചാൽ അവരുടെ ജീവിതവും കൂടെ മറ്റുള്ളവരുടെയും ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പറ്റും. രേഖയെപ്പോലെ എല്ലാവരുടെ കയ്യിലും അവരുടെ കഴിവുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോവുക. Thanks for watching.